അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അതൊരു മഹൽ വചനമാണ്, അതിന് ബറക്കത്തുണ്ട് ഏതൊരു കാര്യത്തിലും. അതുകൊണ്ട് ആരംഭിക്കുക, അതിനാണ് പുണ്യം, അതിൽ മഹത്വമുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മാനായ റഹീമായ റബ്ബിൻ്റെ നാമത്തിൽ കാര്യങ്ങൾ ആരംഭിക്കുക എന്നുള്ളത്. ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ലെറ്ററിൻ്റെ തുടക്കം അതാണ്. പിന്നെ പറയുന്നതോ ആവശ്യം എന്താണ്? അല്ലാ തഅലു അലയ്യ, എൻ്റെ മേൽ നിങ്ങൾ ആളാകാൻ നോക്കരുത്. അലാ അലയ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ മേലെ നിങ്ങൾ കയറിയിരിക്കരുത് എന്നാണ്. അല്ലാ തഅലു അലയ്യ, എന്നേക്കാൾ നിങ്ങൾ ഉന്നതന്മാരാകാൻ നോക്കരുത്. ഞാൻ പറയണത് നിങ്ങൾ കേൾക്കണം. അതുകൊണ്ട് വഅ്തൂനി മുസ്ലിമീൻ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മുസ്ലിമീങ്ങളായ നിലയ്ക്ക് ഇങ്ങോട്ട് വരണം. ഇത്ര ചുരുങ്ങിയ വാക്കുകളിലൂടെയുള്ള കത്താണ്. ആ കത്താണ് ഇവിടെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ആ കത്തവിടെ വായിക്കപ്പെട്ടു. റാണി അത് കൊട്ടാരത്തിൽ തൻ്റെ വിദൂഷകന്മാരുടെയും അതുപോലെ തന്നെ പരിവാരങ്ങളുടെയും മന്ത്രിമാരുടെയും ഒക്കെ മുമ്പിൽ ആ കത്ത് വായിച്ച് കേൾപ്പിക്കുകയാണ്. കത്ത് വായിച്ച് കേൾപ്പിച്ചപ്പോ അവർ വീണ്ടും അവരോട് ഇപ്പൊ സംഗതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇനി അവര് റാണിയാണെങ്കിലും ഒറ്റക്കൊരു തീരുമാനമെടുക്കാൻ അവരെന്തായാലും താല്പര്യമില്ല. കാരണം അത് ഒരു ബുദ്ധിയുള്ളൊരു ഭരണാധികാരിയാണ്. അതുകൊണ്ട് മുഷാവറ നടത്താം. മുഷാവറ നടത്തുക എന്നുള്ളത് ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ കൂടി നിയമമാണ്. വശാവിറുഹും ഫിൽ അംരി, നീ അവരുടെ കാര്യങ്ങളിൽ എന്ത് ചെയ്യണം? കാര്യങ്ങളിലൊക്കെ നീ അവരുമായിട്ട് കൂടിയാലോചിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ലോകം കണ്ട ഏറ്റവും വലിയ നയചാതുരിയും കഴിവും പ്രാഗൽഭ്യവും ഒക്കെയുള്ള നേതാവിനോടാണ് അള്ളാഹുവിൻ്റെ കൽപ്പന എന്ത്? നീ അവരോട് കാര്യങ്ങളിൽ കൂടിയാലോചിക്കണം. അപ്പൊ എത്ര വലിയ ടോപ്പ് ലീഡറാണെങ്കിലും അണികളുമായി കൂടിയാലോചിക്കണം എന്നുള്ള പൊതുവായ തത്വം ഇസ്ലാം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അത് വിശ്വാസികളുടെ ഒരു ഗുണമാണ്. അംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങളൊക്കെ അവർക്കിടയിൽ കൂടിയാലോചനയിലൂടെ മാത്രമേ നടപ്പിലാവുകയുള്ളൂ എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു അദബാണ്. മുഷാവറ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണ്? മുഷാവറ ചെയ്ത് ഒരു കാര്യം തീരുമാനമെടുത്ത് ജയിച്ചാലും തോറ്റാലും പ്രശ്നമില്ല. എടുത്ത തീരുമാനം ചിലപ്പോൾ പാളിപ്പോയേക്കാം, അല്ലെങ്കിൽ വിജയത്തിലെത്തിയേക്കാം. രണ്ടായാലും പ്രശ്നമില്ല. കാരണം എന്താണ്? ജയിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, തോറ്റാല് കൂടിയാലോചിക്കാത്തതിൻ്റെ കുറ്റം അങ്ങനെ പറയും. നമ്മളോടൊന്നും അന്വേഷിച്ചിട്ടില്ലല്ലോ, ഒറ്റക്കെട്ട് തീരുമാനം എടുത്തതല്ലേ, അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറയും. നേരെ മറിച്ച് ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് മുഷാവറയിലൂടെ ഉരുത്തിരിഞ്ഞൊരു തീരുമാനം, അതിന് ഫാൾട്ട് പറ്റിപ്പോയി, അത് പാളിപ്പോയാലും എല്ലാവരും എന്ത് പറയും? എന്താ ചെയ്യാ, നിവൃത്തിയൊന്നുമില്ല, എല്ലാവർക്കും അതിലെന്തുണ്ട്? പങ്കുണ്ട്, എല്ലാവരും കൂടെ എടുത്ത തീരുമാനമാണ്. അപ്പൊ അതാണ് ബുദ്ധിമതിയായ ഒരു ഭരണാധികാരി. ഇവരെ ബിൽഖീസ് രാജ്ഞി വലിയ ബുദ്ധിമതിയാണ്. അതുകൊണ്ട് തന്നെ ലെറ്റർ കിട്ടിയപ്പോ വേഗം എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന് അവരാണ് പ്രഖ്യാപിച്ചില്ല. എന്താണ് തൻ്റെ ജനവികാരം ആദ്യം നോക്കുകയാണ്. തൻ്റെ കൊട്ടാരത്തിലെ മന്ത്രിമാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ വികാരം എന്താണ് ഈ കത്തിനോട് എന്നാണ് അവർക്ക് ആദ്യം അറിയേണ്ടത്. അതുകൊണ്ട് അവരോട് പറയാൻ തുടങ്ങി. ഖാലത്ത്, അവർ പറഞ്ഞു, യാ അയ്യുഹൽ മലഉ, ഹേ പ്രധാനികളെ, യാ അയ്യുഹൽ മലഉ, ഹേ പ്രധാനികളെ, അഫ്തൂനി, നിങ്ങൾ എന്നോടൊരു തീരുമാനം പറയൂ. എന്താണ്? ഏത് വിഷയത്തിൽ? ഫീ അംരി, എൻ്റെ ഈ കാര്യത്തിൽ, എൻ്റെ ഈ കാര്യത്തിൽ. വളരെ ഗൗരവമാണ് ഈ കത്ത്. എന്താ നിങ്ങളൊക്കെ അഭിപ്രായം? നമ്മളെങ്ങനെയാ പ്രതികരിക്കേണ്ടത്? എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഒരു തീരുമാനം നിങ്ങളൊക്കെ പറയണം എന്ന് റാണി തൻ്റെ ദർബാറിലുള്ള മന്ത്രിമാരോട് ബന്ധപ്പെട്ടവരോടൊക്കെ കൂടിയാലോചിക്കുകയാണ്. എന്താ അങ്ങനെ കൂടിയാലോചിക്കുമ്പോൾ അവർ പ്രത്യേകം എടുത്തു പറയുന്നത് കേട്ടോ, മാ കുന്തു ഖാത്തിഅതൻ അംറൻ, ഞാൻ ഒരു കാര്യവും ഖണ്ഡിതമായി തീരുമാനിക്കുന്നയാളല്ല. മാ കുന്തു, ഞാനല്ല, ഞാനായിട്ടില്ല. ഖാത്തിഅതൻ, ഖണ്ഡിതമായി ഒരു കാര്യം തീരുമാനിക്കുന്നയാളല്ല ഞാൻ. ഖാത്തിയത്ത് എന്ന് പറഞ്ഞാൽ വളരെ അറുത്ത് മുറിച്ചുള്ള അഭിപ്രായം, അതാണ് ഖാത്തിയത്ത്. ഖത്അ എന്ന് പറഞ്ഞാൽ എന്താ? മുറിച്ചു. ഇപ്പൊ ഖാത്തിയത്ത് എന്ന് പറഞ്ഞാൽ ഖണ്ഡിതമായ ഒരു തീരുമാനം പറയുന്നയാളല്ല ഞാൻ. അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുക്കാറില്ല. എനിക്കങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയൂല.
ഹത്താ തശ്ഹദൂൻ, നിങ്ങളൊക്കെ എനിക്ക് എൻ്റെ മുമ്പിൽ അതിന് സാക്ഷികളാവുന്നത് വരെ. നിങ്ങളൊക്കെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയണം. ഷഹിദ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ സാക്ഷിയായി. ഹത്താ തശ്ഹദൂനി, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് സാക്ഷികളാകുവോളം ഞാൻ ഈ വിഷയത്തിൽ ഖണ്ഡിതമായ ഒരു തീരുമാനം എടുക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്താ പറയാനുള്ളത് എന്ന് കേൾക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളോടൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ബിൽഖീസ് രാജ്ഞി അവിടെ പറയുകയാണ്. قالت يا أيها الملأ أفتوني في أمري ما كنت قاطعة أمرا حتى تشهدون.